ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ നമ്മുടെ ക്രെഡിറ്റ് കാർഡിലത്തെ റെന്റ് പേയ്മെന്റ് അല്ലെങ്കിൽ നമ്മൾ ക്രെഡിറ്റ് കാർഡ് ടു അക്കൗണ്ട് ട്രാൻസ്ഫർ ചെയ്യാറുണ്ടല്ലോ ക്യാഷ് ആയിട്ട്, അത് ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 95% ഇപ്പോൾ നിർത്തിയിട്ടുണ്ട് കേട്ടോ. ഓൾമോസ്റ്റ് ഇപ്പോൾ RBI ആക്ച്വലി റെന്റ് പേയ്മെന്റിനെതിരായിട്ട് ഇപ്പോൾ കുറച്ച് കാലങ്ങളായി. എന്ന് വെച്ചാൽ റീസെൻ്റ്ലി ഇപ്പോൾ തന്നെ കുറേ എന്താ പറയുക റെന്റ് പേയ്മെന്റ്സിന് അവർ റിവാർഡ് പോയിന്റ്സ് നിർത്തി. അതുപോലെ തന്നെ അതിന് ലിമിറ്റേഷൻസ് വെച്ചു. ഇപ്പോൾ വൺ കാർഡിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ 25% ഓഫ് ദ ക്രെഡിറ്റ് ലിമിറ്റൊക്കെ നമുക്ക് പറ്റുള്ളൂ റെന്റ് പേയ്മെന്റ് ആയിട്ട്. എന്ന് വെച്ചാൽ ഈ റെന്റ് പേയ്മെന്റ് കൊണ്ട് ആൾക്കാർ മിസ്യൂസ് ചെയ്യുന്നത് കൊണ്ടാണെന്നാണ് ആക്ച്വലി RBI പറയുന്നത്. എന്താ വെച്ചാൽ ഇത് ആക്ച്വലി പ്രോബ്ലം എന്താ വെച്ചാൽ ഇപ്പോൾ ആൾക്കാർ ക്രെഡിറ്റ് കാർഡ് എടുത്തിട്ട് ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഇപ്പോൾ ക്രെഡിറ്റ് കാർഡ് നിങ്ങൾക്കറിയാം ഇപ്പോൾ ഈസി ആയിട്ട് തന്നെ പ്രീ അപ്രൂവൽ ആയിട്ട് എക്സാമ്പിളായിട്ട് ജോബ് ഇല്ലാത്തവർക്ക് വരെ ഇപ്പോൾ പ്രീ അപ്രൂവൽ ആയിട്ട് കോപ്പറേറ്റ് ക്രെഡിറ്റ് കാർഡ് കിട്ടുന്നുണ്ട്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഫ്ലിപ്കാർട്ട് കാർഡും ആമസോൺ പേ കാർഡൊക്കെ സ്റ്റുഡൻസിനും കിട്ടുന്നുണ്ട്. അപ്പോൾ ഇവരെന്താ ചെയ്യാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ 100% ഓഫ് ദ ലിമിറ്റും ഇതുപോലെ അക്കൗണ്ട് ട്രാൻസ്ഫർ ചെയ്തിട്ട് അവർ പിന്നെ കടത്തിൽ വിട്ടു പോവാണ്, തിരിച്ചടയ്ക്കാൻ പറ്റാണ്ട്. അപ്പോൾ അങ്ങനെ കുറേ ഡീഫോൾട്ട് പേയ്മെന്റ് വന്നതിൻ്റെ ഒരു അനാലിസിസിലാണ് ആക്ച്വലി ഇപ്പോൾ RBI ഇങ്ങനത്തെ ഒരു റൂൾ കൊണ്ടുവന്നത്. വെച്ചാൽ അതുകൊണ്ടാണ് ആക്ച്വലി ഇപ്പോൾ കുറേ പേര് ചോദിക്കുന്നത് എന്തെങ്കിലും ഇങ്ങനെ പൊട്ട തീരുമാനങ്ങളൊക്കെ RBI എടുക്കുന്നത്. അപ്പോൾ ആക്ച്വലി ഇതാണ് ഇതിൻ്റെ പിന്നിൽ വന്നിങ്ങനെ എന്താ പറയുക ഇൻഫർമേഷൻ ഉണ്ട്. എന്താ വെച്ചാൽ ഇതുകൊണ്ടാണ് ആക്ച്വലി RBI ഇപ്പോൾ റെന്റ് പേയ്മെന്റിന് എതിരായിട്ട് വന്നിരിക്കുന്നത്. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് കുറേ കാലമായിട്ട് റെന്റ് പേയ്മെന്റ് ആദ്യം തന്നെ ഫസ്റ്റ് മൂവ് വന്നത് റെന്റ് പേയ്മെന്റിനുള്ള പോയിന്റ്സ് എടുത്ത് കളയലായിരുന്നു. അതിനുശേഷം ലിമിറ്റേഷൻസ് കൊണ്ടുവന്നു. ഇപ്പോൾ കുറേ ഇപ്പോൾ എക്സാമ്പിൾ Paytm വാലറ്റ് എടുത്തു പോയി. മെയിനായിട്ട് ആൾക്കാർ ഉപയോഗിക്കുന്ന റെന്റ് പേയ്മെന്റ് ഉപയോഗിക്കുന്ന പരിപാടിയായിരുന്നു Paytm വാലറ്റ്. എന്ന് വെച്ചാൽ ഞാനും ഫണ്ട് ഉപയോഗിച്ചിട്ടുണ്ട്. വെച്ചാൽ Paytm വാലറ്റ് ഗുണമെന്ന് വെച്ചാൽ നമുക്ക് ഡയറക്റ്റ് അതിലേക്ക് ക്യാഷ് ആഡ് ചെയ്യാം, അപ്പം തന്നെ നമുക്ക് അക്കൗണ്ടിലേക്ക് കയറും ചെയ്യും വാലറ്റ് ത്രൂ അടിക്കുമ്പോൾ. ബാക്കിയൊക്കെ റെന്റ് പേയ്മെന്റ് ആയിട്ട് എടുക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ക്രെഡിറ്റ് ആവാണ്ടിരിക്കും, ചിലപ്പോൾ 5 ദിവസം 6 ദിവസമൊക്കെ പിടിക്കും. അപ്പോൾ ഭയങ്കര പാടാണ്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ ആക്ച്വലി മിക്ക ആപ്പുകളും ഇതിപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നില്ല. ഇപ്പോൾ എന്താ പറയുക ക്രെഡിറ്റ് ആയിക്കോട്ടെ, അതുപോലെ Paytm ഓൾറെഡി പോയി, ഗൂഗിൾ പേ ആയിക്കോട്ടെ, ഒറ്റണത്തിലും ഇപ്പോൾ കാർഡ് അടിച്ച് കൊടുക്കുമ്പോൾ പ്രത്യേകിച്ച് പുതിയ കാർഡാണെങ്കിൽ തീരെ സപ്പോർട്ട് ആവുന്നില്ല കേട്ടോ. ഫോൺ പേയിൽ ചില കാർഡുകൾ സപ്പോർട്ട് ആവുന്നുണ്ട്, പക്ഷേ എന്നാലും ക്രെഡിറ്റ് ആവാനുള്ള ഇഷ്യൂ വരുന്നുണ്ട്. കുറേ പേർക്ക് ക്രെഡിറ്റ് ആവുന്നില്ല, കുറേ പേർക്ക് നമുക്ക് അവർ ട്രാഫിക്കിൽ ബ്ലോക്കായി കിടക്കുകയാണ്. പിന്നെ നമ്മൾ അതിന് പിന്നാലെ പോകേണ്ടി വരും. ചിലവർക്ക് 5-6 ദിവസം കഴിഞ്ഞിട്ട് ക്രെഡിറ്റ് ആവുന്നുണ്ട്. അപ്പോൾ റെന്റ് പേയ്മെന്റ് ഇനി ക്രെഡിറ്റ് കാർഡ് ത്രൂ ചെയ്യുന്നവരൊന്ന് സൂക്ഷിക്കാൻ മറക്കണ്ട. എന്താ വെച്ചാൽ ഇതിന് ആക്ച്വലി ഫുള്ളി സപ്പോർട്ട് പോയിരിക്കുകയാണ്. അപ്പോൾ നമ്മളിത് കംപ്ലൈൻറ്റ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ആക്ച്വലി നല്ലൊരു ബെനിഫിഷ്യൽ ആയിട്ടുള്ള നമുക്ക് ഫേവർ ആയിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടണമെന്നില്ല. എന്ന് വെച്ചാൽ മിക്ക കാർഡുകൾ അത് ഡിസേബിൾ ചെയ്തു. ഇപ്പോൾ ഫോൺ പേയിൽ മാത്രം അതുകൊണ്ട് ചില കാർഡുകൾ മാത്രം സപ്പോർട്ട് ആവുന്നുള്ളൂ, ബാക്കി അത് ഒന്നിലും ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ റെന്റ് പേയ്മെന്റ് സപ്പോർട്ട് ചെയ്യുന്നില്ല. അപ്പോൾ ഇതാണ് ആക്ച്വലി RBIയുടെ സൈഡിൽ നിന്ന് വന്നേക്കുന്ന ഒരു അപ്ഡേറ്റ്. ഇനി പുതിയ നെക്സ്റ്റ് അപ്ഡേറ്റ് വരുമ്പോൾ മിക്കതും ഫുള്ളി സ്റ്റോപ്പ് ചെയ്തിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആയിരിക്കും വരാൻ പോകുന്നത്. ഇപ്പോൾ ഫുള്ളി സ്റ്റോപ്പ് എന്ന് പറഞ്ഞിട്ട് അവർ പുതിയ അപ്ഡേറ്റ് ഒന്നും ഇറക്കിയിട്ടില്ല, പക്ഷേ മിക്ക കാർഡുകളിലും ഇതിന് സപ്പോർട്ട് എടുത്ത് കളഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ആപ്പുകളിലും സപ്പോർട്ട് എടുത്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു 90% അല്ലെങ്കിൽ 95% ഓൾമോസ്റ്റ് റെന്റ് പേയ്മെന്റ് പരിപാടി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി കുറേ പേര് ആക്ച്വലി റെന്റ് പേയ്മെന്റ് ഉപയോഗിച്ചിട്ട് ചെയ്യാറുണ്ട്, പക്ഷേ കുറേ പേർക്ക് ഹെൽപ്ഫുൾ ആണ്. കുറേ പേര് ഇതുപോലെ മിസ്യൂസും ചെയ്യുന്നുണ്ട്. മിസ്യൂസ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഫുള്ളി ഉപയോഗിച്ചിട്ട് എന്താ വെച്ചാൽ റെന്റ് പേയ്മെന്റ് എന്ന പേരിൽ തന്നെ ഉണ്ടല്ലോ, അത് ആക്ച്വലി റെന്റ് പേ ചെയ്യാനുള്ള പരിപാടിയാണ്. അത് നോർമലി റെന്റ് പേയ്മെന്റ് ചെയ്യുമ്പോൾ നമുക്ക് നഷ്ടമാണെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ ബാങ്കും 1% എടുക്കും, ആപ്പും 1% എടുക്കും. അപ്പോൾ നഷ്ടമാണ്. വേറെ രക്ഷയില്ലാത്തവർക്ക് ആക്ച്വലി റെന്റ് പേയ്മെന്റ് ചെയ്യാനുള്ള വഴിയായിട്ടായിരുന്നു സാധനം വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് മിസ്യൂസ് ആയപ്പോഴാണ് ആക്ച്വലി RBI ഇതിനെതിരെ റൂൾ എടുത്തതും അതുപോലെ തന്നെ ഇതിന് സ്ട്രിക്റ്റ് ആക്ഷൻ എടുക്കാനൊക്കെ കുഴപ്പമായത്. എന്ന് വെച്ചാൽ ഇത് പ്രോബ്ലം അല്ല, ഇതിപ്പോൾ 100% എടുത്തുകൊണ്ട് ബാങ്കുകൾക്ക് നഷ്ടമൊന്നുമില്ല, ബാങ്കുകൾക്ക് ലാഭം മാത്രമേ ഉള്ളൂ. പക്ഷേ ഇത് എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ ഇത് എടുത്തിട്ട് ആൾക്കാർക്ക് അടയ്ക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇതുപോലെ സ്റ്റുഡൻസും സംഭവങ്ങളൊക്കെ ഇതുപോലെ എടുത്തിട്ട് കാശ് കാണുമ്പോൾ കൺട്രോൾ പോയിട്ട് ഫുൾ എടുക്കുകയാണ്, പിന്നെ അടയ്ക്കാൻ പറ്റുന്നില്ല, ഡിഫോൾട്ട് ആവുക, സിബിൽ പോവുക, അങ്ങനെ കംപ്ലയിൻറ്റ്സ് കുറേ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ആക്ച്വലി ഇപ്പോൾ ഇങ്ങനത്തെ ഒരു മൂവ് വന്നേക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ റെന്റ് പേയ്മെന്റ് വെച്ചിട്ട് ജീവിക്കുന്നവർ കുറേ പേര് ഇതുപോലെ റോൾ ചെയ്തിട്ട് ജീവിക്കുന്നവരുണ്ട്, കാർഡ് വെച്ചിട്ട്, പ്രത്യേകിച്ച് സ്റ്റുഡൻസ് അങ്ങനത്തെ ആൾക്കാർ. അപ്പോൾ സൂക്ഷിക്കാൻ മറക്കണ്ട. ഇനി ചിലപ്പോൾ കാർഡിൽ വർക്ക് ചെയ്യാണ്ടിരിക്കാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ റോൾ ചെയ്യാൻ പറ്റാണ്ടായിരിക്കും, ചിലപ്പോൾ ബ്ലോക്ക് ആവും ഫുള്ള്, ചിലപ്പോൾ ക്രെഡിറ്റ് കാർഡ് വരെ ബ്ലോക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ സൂക്ഷിക്കുക കേട്ടോ. അപ്പോൾ റെന്റ് പേയ്മെന്റിൻ്റെ കാര്യം ഓൾമോസ്റ്റ് തീരുമാനമായിട്ടുണ്ട്. ഇനിയും കുറച്ച് മാസങ്ങൾക്കുള്ളിൽ തന്നെ അത് അടുത്ത റൂൾ വരാനുള്ള ചാൻസ് ഉണ്ട്. അതായത് ഇത് ഫുള്ളി ബ്ലോക്ക് ചെയ്ത് വന്നിട്ടുള്ള റൂൾ വരാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ 2 ചാനൽ കാണത്തുള്ളൂ, പോയി കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം കേട്ടോ. നമ്മുടെ 2ാമത്തെ ചാനൽ അതായത് നമ്മുടെ പുതിയ ചാനൽ കാണത്തുള്ളൂ, പോയി കണ്ടു നോക്കുക. GHH വേൾഡ് എന്നാണ് പേര്. നമ്മളതിൽ ടെക് ന്യൂസ്, മൂവി ന്യൂസ്, ഫൈനാൻഷ്യൽ ന്യൂസ്, അതുപോലത്തെ ഇൻഫോർമേറ്റീവ് സംഭവങ്ങളാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് സപ്പോർട്ട് വേണം, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് ചെയ്യാൻ വേണ്ടി ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ. ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും സംശയം അല്ലെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, നമ്മളെല്ലാ കമൻറ്റും കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ Instagram പേജിൽ അവൈലബിൾ ആണ്, പേജ് ഫോളോ അടിച്ച് നിങ്ങൾക്ക് അതിലും വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാം കേട്ടോ. അടുത്ത വീഡിയോ കാണാം, ബൈ.